മലയാളത്തിൻ്റെ ഭാഗ്യം, നടന വിസ്മയം മോഹൻലാൽ ജനിച്ചിട്ട് 64 വർഷങ്ങൾ തികയുകയാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള സംഭാവനകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് വേഷങ്ങളും തന്മയത്വത്തോടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അനിതര സാധാരണമായ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും വളരെ സാഹൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. മോഹൻലാലും മമ്മൂട്ടിയും 40 വർഷമായി കേരള സിനിമയെ അടക്കി വാണരുളുന്ന ഈ രണ്ട് മഹാപ്രതിഭകൾ മലയാളത്തിൻ്റെ അഭിമാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ അദ്ദേഹമാണ് സിനിമ ടുഡേ എന്ന ഞാൻ ചീഫ് എഡിറ്ററായി തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ തികച്ചും കളർഫുള്ളായി പ്രസിദ്ധീകരിച്ച ഒരു സിനിമ മാസികയുടെ പ്രകാശനം നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് മഹാറാണിയിൽ വെച്ചിട്ടായിരുന്നു പ്രകാശനം. IV ശശിയായിരുന്നു അന്ന് ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തോട് ഞാൻ കാര്യം പറയുകയും അദ്ദേഹമാണ് മോഹൻലാലിനെ അറേഞ്ച് ചെയ്തത്. പുലർക്കാലത്തായിരുന്നു അതിൻ്റെ പ്രകാശനം. രസകരമായ കാര്യം, പുലർക്കാലത്ത് വെച്ചത് രാത്രി ഫുൾ ഷൂട്ടിംഗ് ആണെന്നും അതുകൊണ്ട് പുലർക്കാലത്ത് അവരുടെയും കൂടെ സമയം വെച്ചിട്ടാണ് 7:30 മണിക്ക് ഷൂട്ടിംഗ് വെച്ചത്, പ്രകാശനം വെച്ചത്. എന്നാൽ 7:30 മണിയായിട്ടും അദ്ദേഹം വരാത്തത് കണ്ട് പിന്നെ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പുലർക്കാലം വരെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയത്. പിന്നെ IV ശശി എന്നോട് പറഞ്ഞു, നന്ദകുമാർ ഒന്ന് പോയിട്ട് വിളിച്ചു നോക്കൂ. അങ്ങനെ ആ സമയത്ത് വേണു നാഗവള്ളി അടക്കമുള്ള ആളുകളൊക്കെ കയറി വന്ന് കാര്യം പറഞ്ഞപ്പോൾ അവരും കൂടെ ചേർന്ന് വിളിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ സിനിമാ ജീവിതത്തിലെ തിരക്കും ഉറക്കമില്ലായ്മയും കഠിന പ്രയത്നവും എല്ലാമാണ് അദ്ദേഹത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹത്തെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുകയല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഏതാനും നിമിഷത്തിനുള്ളിൽ ആ പ്രകാശന ചടങ്ങിന്, മഹനീയമായ ചടങ്ങിന് എത്തിച്ചേർന്നു. അതൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ അതിലുപരിയായിട്ടുള്ള ചില ഓർമ്മകൾ എനിക്ക് മോഹൻലാലുമായിട്ടുണ്ട്. ഞാൻ മോഹൻലാലിന് സഹായിച്ചൊരു കാര്യമുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് നാശമുണ്ടാക്കിയും കൊണ്ടുള്ള, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല സത്യത്തിൽ അതിന് ഉത്തരവാദി. അതായത് സ്റ്റാർ ഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ, ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന, മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ രാജശേഖരൻ നായർ എന്ന് പറയുന്ന പ്രശസ്തനായ അതിൻ്റെ കറസ്പോണ്ടൻറ്റ് മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനം അതേപടി അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണ് സിനിമ ടുഡേയിലല്ല ക്രൈമിൽ പ്രസിദ്ധീകരിച്ചത്. ക്രൈമിൽ പ്രസിദ്ധീകരിച്ച ആ സന്ദർഭത്തിൽ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, മോഹൻലാലിന് എയ്ഡ്സോ എന്നുള്ളതായിരുന്നു. മോഹൻലാലിന് എയ്ഡ്സോ, മോഹൻലാൽ പ്രതികരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മോഹൻലാലിന് എയ്ഡ്സ് ആ ചോദ്യം തന്നെ വളരെ രസകരമാണ്. അതായത് ഞാൻ എൻ്റേതായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതല്ല ആ ലേഖനം. അതേസമയത്ത് സ്റ്റാർ ഡസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനമാണ്. എൻ്റെ ക്രൈമിൽ ഇത് വന്നതോട് കൂടിയിട്ട് ഇത് കോപ്പി ഇറങ്ങലും അതേ നിമിഷത്തിൽ തീരലും എല്ലാ സ്ഥലത്തിനും വീണ്ടും വിളിയോട് വിളി, കോപ്പികൾ വേണമെന്നുണ്ട്. ഞങ്ങൾ വീണ്ടും അടിച്ചു. ഏകദേശം എനിക്കൊന്ന് ഒരു 15 ലക്ഷം കോപ്പികളാണ് ഞങ്ങൾ അടിച്ചത്. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ പല മേഖലകളിൽ നിന്നും, കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും, പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നും വിദേശത്തു നിന്നും പെൺകുട്ടികൾ ഞങ്ങളെ വിളിക്കുകയുണ്ട്. ഇത് സത്യമാണോ, മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ശരിക്കും അതിൻ്റെ അകത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, താങ്കൾ പെൺകുട്ടികളുമായി, സ്ത്രീകളുമായിട്ടുള്ള ബന്ധം വളരെ താല്പര്യമുള്ള ഒരാളാണല്ലോ, അങ്ങനെ താല്പര്യമുള്ള ഒരാളായ താങ്കൾക്ക് എയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള, എയ്ഡ്സ് ഉണ്ടെന്നൊക്കെ പ്രചരണമുണ്ട്, എന്താണ് താങ്കൾക്ക് അതിനോടുള്ള മറുപടി എന്നാണ് ആ ലേഖനത്തിൽ ഇൻ്റർവ്യൂ നടത്തിയ രാജശേഖരൻ നായർ മോഹൻലാലിനോട് ചോദിച്ചത്. മോഹൻലാൽ സാധാരണ ഏത് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറയുന്ന ആളാണ്. അതേപോലെ ഇതിനും വളരെ തന്മയത്വത്തോടെ ഒരു മറുപടി പറഞ്ഞു, ചിലപ്പോൾ എനിക്കുണ്ടാകാം, എനിക്ക് പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം താല്പര്യമാണോ, അത് രസകരമായിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇത് തന്നെയാണ് ടൈറ്റിലായിട്ട് കൊടുത്തത്. ഇത് ഭയങ്കര ഭൂകമ്പമുണ്ടാക്കി. മാർക്കറ്റിലെ എല്ലാ സ്ഥലത്തും കോപ്പികൾക്ക് ഡിമാൻഡ് എന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ചർച്ച.
പിന്നീട് ഞാൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പല ആളുകളും ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് ഇങ്ങനെ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ആളല്ലേ? സത്യത്തിൽ ഞാനല്ല അതിൻ്റെ ആൾ. എന്തിന് ഷാജസ് കറിയുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ എന്നെ ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ധാരാളം വാർത്തകൾ അദ്ദേഹം എടുക്കുകയുണ്ടായി. അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കേണ്ടതൊക്കെ ലക്ഷക്കണക്കിനാണ് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ഓർത്ത് ചോദിച്ചിട്ടുള്ളത്, മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ലേഖനം എഴുതി, ഇതൊക്കെ എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പാടുണ്ടോ? അദ്ദേഹം പോലും ആ ലേഖനം വായിച്ചിട്ടില്ല. വായിക്കാത്ത ആൾക്കാർ തെറ്റിദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. സത്യത്തിൽ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതിനും കാരണമുണ്ട്. വനിതാ മാഗസിനിൽ മോഹൻലാലുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ ഇത് സ്ഥാപിക്കുന്നുണ്ട്. അതായത് മോഹൻലാലിന് സ്ത്രീകളുമായി ധാരാളം ബന്ധമുണ്ട്. പല പെൺകുട്ടികൾ അദ്ദേഹത്തെ തേടി വരുന്നതാണ്, അദ്ദേഹത്തിന് അങ്ങോട്ട് പോകുന്നതല്ല. ഏകദേശം 3000-ഓളം പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ട് സിനിമാ മേഖലയിൽ. സിനിമ ടുഡേ പ്രസിദ്ധീകരണം നടത്തിയ ഒരു കാലഘട്ടത്തിലും ക്രൈമിൻ്റെ ഒരു ഭയങ്കര വളർച്ചയിലുമുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങൾ തികഞ്ഞ് പരിശോധിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. കാരണം മോഹൻലാൽ ആയതുകൊണ്ട് അതിന് വാർത്താ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വാർത്താ പ്രാധാന്യമുണ്ട്. ഇത് ഉണ്ടായൊരു അനുഭവം. പിന്നീട് ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ അഴീക്കോട് മാഷുമായിട്ടുള്ളൊരു യുദ്ധമാണ്. ഞാൻ സുകുമാർ അഴീക്കോട് മാഷുമായിട്ടുള്ള വലിയൊരു യുദ്ധം നടന്നിരുന്നു. യുദ്ധം എന്താണ്? അദ്ദേഹം കോഴിക്കോട് ഞാൻ പ്രസിദ്ധീകരിച്ച നേർച്ച എന്നൊരു പുസ്തകം PG ജോൺസൺ എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ, എൻ്റെ ഓഫീസ് സ്റ്റാഫിലായിരുന്നു, റിപ്പോർട്ടറായിരുന്നു, അദ്ദേഹം എഡിറ്ററായിരുന്നു സിനിമ ടുഡേയുടെ. അദ്ദേഹം സിനിമ ടുഡേ എഡിറ്ററായിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കഥാകാരനുമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ അവതാരിക എഴുതി, അതിൻ്റെ ഒരു വിശേഷണങ്ങളോട് എഴുതി MT വാസുദേവൻ അവതാരിക എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് നേർച്ച. ഈ നേർച്ച ഒരു കന്യാസ്ത്രീയുടെ കഥയാണ്. അവരിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിപ്പിക്കാതെ നേർച്ച പ്രകാരം അവർ മഠത്തിലെത്തിച്ചേരുന്നു. പിന്നീട് അവർക്ക് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന വിഹലതകളാണ് അത് രേഖപ്പെടുത്തി അവസാനം കുരിശെടുത്ത് അവരുടെ രഹസ്യകേന്ദ്രത്തിൽ കുത്തിയിറക്കി അവർ മരിക്കുന്ന രംഗമാണ് എൻ്റെ ചിത്രീകരിച്ചത്. കെട്ടിയിട്ട സ്ത്രീകളുടെ ലൈംഗിക വിഭ്രാന്തിയെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് ഇന്നത്തെ കന്യാസ്ത്രീ മഠങ്ങളെക്കുറിച്ചുള്ളൊരു കഥ തന്നെയാണ്. ആ കഥ പ്രസിദ്ധീകരിച്ച PG ജോൺസന് ഒരു അവാർഡ് കിട്ടി, ഉറൂബ് അവാർഡ്. ഈ ഉറൂബ് അവാർഡ് വേറെ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സുകുമാർ അഴീക്കോട് വിളിച്ചു പറഞ്ഞിരുന്നു ആ കമ്മിറ്റിയോട്. എന്നാൽ അവരത് പരിഗണിച്ചില്ല. പകരം സുകുമാർ അഴീക്കോടിനെ ധിക്കരിച്ചുകൊണ്ട് ഈ നേർച്ചയ്ക്ക് അവാർഡ് കൊടുത്തു. ഇത് വന്നോടുകൂടിയിട്ട് സുകുമാർ അഴീക്കോട് വാളെടുത്തുകൊണ്ട് കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, കോഴിക്കോട് കളക്ടറായിരുന്നെങ്കിൽ ഞാൻ PG ജോൺസനെ അറസ്റ്റ് ചെയ്തേനെ. ഒരു പട്ടിക്കിട്ട് കൊടുത്താൽ പട്ടി പോലും പേടിച്ചോടുന്ന ലൈംഗിക ആഭാസങ്ങളാണ് ഇതിൻ്റെ അകത്തെല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ വിദ്വേഷം പ്രകാരം ഉണ്ടാക്കിയതാണ് എന്നെനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തെ ഒന്ന് തുറന്നു കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമലേഖനത്തിൻ്റെ ഒരു കോപ്പി തന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സാനുമാഷ കണ്ടാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ്. ഞാൻ സാനുമാഷ കണ്ടപ്പം എനിക്ക് വിലാസ് ടീച്ചർ അഡ്രസ്സ് തന്നു. അങ്ങനെ ഞാൻ വിലാസ് ടീച്ചറെ പോയി കണ്ടു. വിലാസ് ടീച്ചർ എറണാകുളം പൂത്തോട്ട അവിടെ സഹോദരൻ മെമ്മോറിയൽ കോളേജിൽ BA ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു ഞാൻ. അവരെ പോയി കണ്ടിട്ട് അതിൻ്റെ പ്രേമലേഖനങ്ങളൊക്കെ വളരെ തന്ത്രപരമായി ഞാൻ കൈക്കലാക്കി. ആ പ്രേമലേഖനങ്ങളൊക്കെ വായിക്കേണ്ട പ്രേമലേഖനങ്ങളാണ് കേട്ടോ. അത് പിന്നീട് ഞാനൊരു പരമ്പര പ്രസിദ്ധീകരിച്ചു. അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. ആ വലിയ കോളിലൊക്കെ സാംസ്കാരിക രംഗത്ത് ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കി. കാരണം അതുവരെ സുകുമാർ അഴീക്കോടിനെ തൊട്ടാൽ തിരിച്ചടിക്കും. എന്നാൽ എനിക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ സുകുമാർ അഴീക്കോടിന് വായ തുറക്കാൻ പറ്റും. കാരണം എൻ്റെ അടുത്ത് ആയുധങ്ങൾ കിടക്കല്ലേ. എൻ്റെ അടുത്ത് 104 പ്രേമലേഖനങ്ങൾ ഉണ്ടായിരുന്നു. വിലാസ് ടീച്ചർ ഇത്, അതേപോലെ മറ്റൊരു ലിവിഷ ടീച്ചർ ഇത്, കൂടാതെ ഒരു ആൻസി എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് അയച്ച പ്രേമലേഖനങ്ങൾ, അതും ഔദ്യോഗിക പ്രിൻസിപ്പാളിൻ്റെ ലെറ്റർ പേഡിൽ അയച്ചത്. ഇത് ഞാനൊരു പുസ്തകമാക്കി. ഈ സന്ദർഭത്തിലാണ്, ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് സുകുമാർ അഴീക്കോടും മോഹൻലാലും തമ്മിൽ ഭയങ്കര ഘോര യുദ്ധം നടക്കുന്നത്. മോഹൻലാലിനെ വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിച്ച് നിൽക്കുന്ന സമയത്താണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഒരു കേസ് ഫയൽ ചെയ്യാൻ തയ്യാറാവുന്നതും. ആ സന്ദർഭത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകം, അതായത് സുകുമാർ അഴീക്കോട് കാപട്യമേ നിൻ്റെ പേരോ സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രേമലേഖനങ്ങളെല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല അയാളുടെ കപടത്തരങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചടുക്കിക്കൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് മോഹൻലാലിന് അത് എത്തിച്ചു കൊടുത്തെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടില്ല. അദ്ദേഹത്തെ നേരിട്ട് കണ്ടുള്ളത് ഞാൻ കോഴിക്കോട് ഒരു ഷൂട്ടിങ്ങിനിടയിലും എൻ്റെ ഫംഗ്ഷൻ്റെ ഈ സിനിമ ടുഡേ ഫംഗ്ഷനുമാണ്.
പിന്നീട് ഈ അദ്ദേഹം ഇത് കിട്ടിയത് വലിയ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സുകുമാർ അഴീക്കോട് ക്യാൻസർ ബാധിച്ച് ഇവിടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചെന്ന് കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ ധീരനായ പത്രപ്രവർത്തകൻ ഇനിയും വലിയ ഉയരത്തിലെത്തും എന്നാണ് പറഞ്ഞത്. എന്നെപ്പറ്റി എഴുതിയത് കൊണ്ട് എനിക്ക് വിരോധമില്ല, പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വിലാസ് ടീച്ചർ, അതുവരെ ആരും അറിയാത്ത വിലാസ് ടീച്ചർ, കാമുകി എന്ന് പറഞ്ഞിരുന്ന വിലാസ് ടീച്ചറും പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അടുത്ത് അവസാനം നമ്മുടെ മോഹൻലാലും പ്രത്യക്ഷപ്പെട്ടു. മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ട് അധികം താമസിയാതെ മോഹൻലാൽ വന്ന് സുകുമാർ അഴീക്കോടിനെ കണ്ട് അധികം താമസിയാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രത്യേകത. നമുക്കറിയാം, ഒരു സിനിമയിൽ തിലകൻ ഒരു ജഡ്ജിയായി അഭിനയിച്ച് അവസാനം ശിവനെ എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ്, മോഹൻലാലിൻ്റെ കാൽക്കൽ വീണ് മരിക്കുന്ന രംഗമുണ്ട്. അതേപോലെ സുകുമാർ അഴീക്കോട് മരിക്കുന്നത് മോഹൻലാൽ വന്ന് അവസാനം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമാണ് എന്ന് നമുക്കെല്ലാവരും ഓർക്കണം. അങ്ങനെ ഒരു പുണ്യജന്മമാണ് നമ്മളെ മോഹൻലാലിൻ്റെത്. മോഹൻലാലുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഏറ്റവും ഓർക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എയ്ഡ്സ് ഉണ്ട്, മോഹൻലാലിന് എയ്ഡ്സ് വളരെ കോളുകളൊക്കെ ഉണ്ടാക്കി. ഇപ്പോഴും പല എൻ്റെ വീഡിയോകൾക്കടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട്. കമൻറ്റുകളിൽ പറയുന്നത് നിങ്ങൾ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാണ്. സത്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ലേഖനം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ആ ചോദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രമേ. മോഹൻലാലിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.